ക്രിസ്തു ചിത്ര വിവാദത്തിൽ യാക്കോബായ സഭയിൽ ഭിന്നിപ്പ്. യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിന്റെ നിലപാടുകൾക്കെതിരെ സഭ പരസ്യമായി രംഗത്തെത്തി. ക്രിസ്തുവിനെയും ചേഗുവേരയെയും ഒരുവേള കാണുന്ന ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിനെ ബഹിഷ്കരിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് സഭാവിശ്വാസികൾ കടക്കുമെന്ന് യാക്കോബായ സഭ അൽമായ ഫോറം കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെത്രാപ്പൊലീത്തയോട് തെറ്റ് തിരുത്താൻ ആവശ്യപ്പെടുമെന്ന് യാക്കോബായ സഭയുടെ ഔദ്യോഗിക വക്താവ് ഫാദർ വർഗീസ് കല്ലാപ്പാറ വാർത്താക്കുറിപ്പിലും വ്യക്തമാക്കി. CPIM സമ്മേളനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന പ്രദർശനം കണ്ട ശേഷം യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസനാധിപനായ ഡോക്ടർ ഗീവർഗീസ് മോർ കൂറിലോസ് നടത്തിയ പ്രസ്താവനയാണ് വിവാദമായിരിക്കുന്നത്. ക്രിസ്തുവും ചെഗുവേരയും ഒരുമിച്ച് തന്റെ പ്രാർത്ഥനാമുറിയിലുണ്ടെന്ന മെത്രാപ്പൊലീത്തയുടെ വാക്കുകൾ അംഗീകരിക്കാനാവില്ലെന്ന് യാക്കോബായ സഭയുടെ വക്താവ് ഫാദർ വർഗീസ് കല്ലാപ്പാറ പറഞ്ഞു. തിരുവനന്തപുരത്ത് മാർക്സിസ്റ്റ് പ്രദർശനം കാണാൻ പോയതിൽ തെറ്റില്ല. പക്ഷെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ സഭയ്ക്ക് സ്വീകാര്യവുമാണ്. അദ്ദേഹം വ്യക്തിപരമായ എല്ലാ താല്പര്യങ്ങളും ഉപേക്ഷിച്ച് മെത്രാപ്പൊലീത്തയായപ്പോൾ സഭാ വിശ്വാസം പറയേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ പൂജാമുറിയിൽ മാർക്സിസ്റ്റ് രക്തസാക്ഷിയെ വെച്ച് പൂജിക്കുന്നു എന്ന് പറഞ്ഞത് സഭയ്ക്ക് സ്വീകാര്യമായ ഒരു വിശ്വാസ പരമ്പരയല്ല. അത് അദ്ദേഹം പറയരുതായിരുന്നു. ഡോക്ടർ ഗീവർഗീസ് മോർ കൂറിലോസിന്റെ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സഭയ്ക്കുള്ളിലുള്ളതെന്ന് യാക്കോബായ അൽമായ ഫോറം ഭാരവാഹികൾ പറഞ്ഞു. വ്യക്തിപരമായ ലാഭത്തിനായി സഭയെ ഉപയോഗിക്കുകയാണ് മെത്രാപ്പൊലീത്ത ചെയ്തതെന്ന് അൽമായ ഫോറം കുറ്റപ്പെടുത്തുന്നു. സഭയുടെ 10 കൽപ്പനകളുടെ ലംഘനമാണ് അഭിവന്യ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത നടത്തിയിട്ടുള്ളത്. ആഗോള ക്രിസ്ത്യാനികളെ അപമാനിക്കുന്ന രീതിയിൽ കേരളത്തിലെ യാക്കോബായ സുറിയാനി സഭയിൽ ഞങ്ങളുടെ ബിഷപ്പ് നടത്തിയ പരാമർശത്തിനെതിരായിട്ടാണ് ഈ മാധ്യമ സമ്മേളനം. മെത്രാപ്പൊലീത്ത നടപടി തിരുത്താത്ത പക്ഷം ബഹിഷ്കരണമടക്കമുള്ള നടപടികൾ ചെയ്യുമെന്ന് അൽമായ ഫോറം പ്രസിഡന്റ് മനോജ് കോക്കാട്ട് പറഞ്ഞു. ശക്തമായിട്ട് പ്രത്യക്ഷമായിട്ട് അദ്ദേഹത്തെ ആത്മീയ വൃത്തിയിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരവും വിവിധ മുഖങ്ങളിലുള്ള ജനാധിപത്യ ക്രിസ്തീയ മര്യാദകൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. യാതൊരു തർക്കവുമില്ല. റിപ്പോർട്ടർ, കൊച്ചി.